അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിന് ഒരു മീനിങ് എഴുതലാണ്. യൂണിറ്റ് 1 ആദ്യം ഒരു മീനിങ് എഴുതാം. ഒറ്റ ലൈനിന്റെ ഒരു മീനിങ്, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. അപ്പൊ ഇതിൽ പറഞ്ഞത് വെൽ ഡിഫൈൻഡ് എന്നുള്ള വാക്കാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്യാമറ കാണാനുണ്ടല്ലോ അല്ലെ, വീഡിയോ കാണുന്നുണ്ടല്ലോ. അതായത് വെൽ ഡിഫൈൻഡ് എന്നുള്ള ആ കാര്യം മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് എന്തെങ്കിലും ഒരു സംഗതി അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സംഗതികൾ അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കൾ ഒരു ഗ്രൂപ്പാക്കി എഴുതി വെക്കുന്നതിനെ നമ്മൾ സെറ്റ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിലേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കുറേ സാധനങ്ങൾ വാങ്ങാം. ഇപ്പൊ ഗ്രോസറി ആണെങ്കിൽ അരി, പഞ്ചസാര, അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് തരും. ആ ലിസ്റ്റ് തന്നെയാണ് എന്ത് ഈ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു സെറ്റ് അല്ലേ. അപ്പൊ അതാണ് സെറ്റ്. ഇത് മാത്സിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എക്കണോമിക്സിലും മാത്സിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വലിയ കണക്ക് കൂട്ടലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ നമുക്കിവിടെ സെറ്റ് ആദ്യം ഒന്ന് കൺഫേം ചെയ്യണം എന്താണ് സെറ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് പേജ് 2 ഭാഗം നടുവിൽ ഇങ്ങനെ ഒരു വരയിടാം. എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടോളൂ. ഞാൻ ഇവിടെ എഴുതാണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോ നിങ്ങൾ പറയണം എന്താണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പേഴ്സ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഞാൻ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായോ? അപ്പൊ ആദ്യം നാച്ചുറൽ നമ്പർ എന്താണെന്ന് മനസ്സിലാവണം. ഈ പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 5ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ഉൾപ്പെടാത്ത നമ്പറിനെയാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയാം. 0 അല്ലാത്ത, മൈനസ് ഇല്ലാത്ത, കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ഇത് എഴുതണം കേട്ടോ, എന്റെ കൂടെ എഴുതിക്കോളും. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് ഞാൻ ഇങ്ങനെ ഒരു കോളം വച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സാധനം പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്തായിരിക്കും? വോയിസ് ആക്കിയിട്ട് പറയും. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തോ, നോ പ്രോബ്ലം. കാരണം മൈക്ക് ഓൺ ചെയ്തപ്പോ ഇത് ഈ റെക്കോർഡിങ് കേൾക്കുന്നവർക്കൊക്കെ ഒന്നും കൂടെ സൗകര്യമായി. 1 2 3 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞപ്പോ 4 വരെ വരണം. അപ്പൊ ഇവിടെ ഇത് നമുക്ക് 1 2 3 4 4 വരൂലേ? 1 2 3 4 വരെ വരും. 5ന്റെ താഴെയാണ്, 5 പെടില്ല. അപ്പോ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5, 5ന്റെ താഴെയുള്ള കുറച്ച് നമ്പറുകൾ, അതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതിനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കും. അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് കാണിക്കുക. അതിന് ബ്രാക്കറ്റ് എന്ന് പറയും, അതിന് വേറെ പേരുണ്ട് കേട്ടോ. നമ്മൾ മലയാളത്തിൽ ഗണം എന്ന് പറയും. അപ്പൊ ഇതിനെ നമുക്ക് എ എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. 1 2 3 4. നിങ്ങൾ താഴെ ഒന്ന് ഇങ്ങനെ എഴുതി വെക്കണം. നാച്ചുറൽ നമ്പേഴ്സ് ഇതൊക്കെ വരച്ചു വെച്ചോളൂ. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5
ദാറ്റ് ഈസ് ഇവിടെ ഇങ്ങനെ ദാറ്റ് ഈസ് ഐ ഇ എന്നിട്ടാൽ മതി ഐ ഇ. അതായത് എന്താണ് 1 2 3 4 അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ലെസ് ദാൻ 5 ആയിട്ടുള്ള 5ന്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അതിനെ നമ്മൾ ഈ ഒരു സെറ്റ് ആക്കിയിട്ട് കാണിക്കുന്നത് ഇതാണ്. അതായത് ഇതിന് നമുക്ക് വെറുതെ ഒരു ആൽഫബറ്റ് കൊടുക്കുക. സെറ്റ് എ, സെറ്റ് എ. സെറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതൊക്കെ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4. ഇത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 1 2 3 4 എന്താണ്? അതൊരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നാച്ചുറൽ നമ്പറിന്റെ കൂട്ടമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ഞാൻ ഇവിടെ ഒന്ന് എഴുതാണ്. ഇവിടെ ഞാൻ ഹെഡിങ്ങിനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ മുകളില്. അതവിടെ എടുക്കട്ടെ, അത് നമുക്ക് പിന്നീട് ഫില്ല് ചെയ്യാം. ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാണ്. ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ മാച്ച് ആക്കി എഴുതുന്നത്. സം ലെറ്റേഴ്സ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 5ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും എഴുതുന്ന ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു 5ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ എഴുത്. അത് ലോകത്തുള്ള എല്ലാവരും എഴുതൽ എന്തെന്നായിരിക്കും? 1 2 3 4 അല്ലാതെ വേറെ ഒന്നും ആരും എഴുതൂല. കാരണം അത് ഫിക്സഡ് ആണ്. 5ന്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 4 വരെ, അതിൽ സംശയമില്ല. വെൽ ഡിഫൈൻഡ് ആണ്. മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങോട്ട് നോക്കുക, സം ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾക്ക് സെറ്റിൽ എഴുതാം, സെറ്റാക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെ സെറ്റാക്കി എഴുതും? കുറച്ച് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ജോയിൻ ആവാത്തവരൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യേ. ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് വോയിച്ചിരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം എനിക്ക് ആരും മൊബൈലിൽ നിന്ന് നോക്കാൻ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോ സം ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിലുള്ള ആയിഷ ചിലപ്പോൾ പറയും സം ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി. അടുത്ത ആളോട് ചോദിച്ചാൽ അടുത്ത ആൾ പറയും. നസീമനോട് ചോദിച്ചാൽ നസീമ പറയും HIJKLM. അടുത്ത ആളോട് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയാം. ഇതെല്ലാം പറയാം. അതായത് ഒരു ഫിക്സഡ് ആൻസർ ഉണ്ടാവൂല. എല്ലാവരുടെ അടുത്തു നിന്നും ഒരേപോലെയുള്ള ആൻസർ കിട്ടൂല. അങ്ങനെയുള്ള സംഗതിയാണ് ഇവിടെ വരിക. അങ്ങനെ വരുമ്പോ ഈ കേസിൽ ഇതെന്തല്ല, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് സെറ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഇങ്ങനെ കാണിക്കാം, ദിസ് ഈസ് സെറ്റ്, ദിസ് ഈസ് നോട്ട് സെറ്റ്. ഇത് സെറ്റാണ്, ഇങ്ങനെ പറഞ്ഞാൽ സെറ്റ് അല്ല. അപ്പം എന്താണ് ഇതിനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഇത് കേട്ടെഴുതുന്ന എല്ലാവർക്കും ഒരേ ആൻസർ ആണ് കിട്ടുക. ഇവിടെ ഒരേ ആൻസർ അല്ല കിട്ടുക, പല ആൻസറും ഇവിടെ വരും. ജസ്റ്റ് ഇങ്ങനെ ഒരു കോളം അവിടെ കിടന്നോട്ടെ. പറഞ്ഞ കാര്യം മനസ്സിലായോ? വെയിറ്റ്.
കുറെ പേർക്ക് ഞാൻ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങൾ നോട്ട് ബുക്കിൽ വരച്ചു വെക്കുക, അതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞത് ഇതാണ്, ഒറ്റ അർത്ഥം എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ആ സംഗതി മാത്രമാണ് സെറ്റ്, അല്ലാതെ ഊഹിച്ച് പറയുന്ന സെറ്റ് അല്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഇഗ്നോന്റെ ബുക്കിൽ ഒന്ന് തന്നിട്ടുണ്ട്, സെറ്റ് C1 C2 എന്ന് പറഞ്ഞിട്ട് 2 സെറ്റ് തന്നിട്ടുണ്ട്. അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ്, ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് അതില് C1 പറയുന്ന സെറ്റ് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. C1 is a collection of all students enrolled in the year 2017. 2017 രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസും. രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്. ഇപ്പുറത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 2017 രജിസ്റ്റർ ചെയ്ത സം സ്റ്റുഡൻസ്. ഒരു കാര്യം രണ്ട് രീതിയിൽ പറഞ്ഞു, 2017 രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസും 2017 രജിസ്റ്റർ ചെയ്ത കുറച്ച് സ്റ്റുഡൻസും. അതില് ഒന്ന് സെറ്റാണ്, കാരണം ഇതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ വരുമ്പം കുറച്ച് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ്? ചിലപ്പോൾ 50 ആവാം, ചിലപ്പോൾ 100 ആവാം. അതിന് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, സെറ്റല്ല. ഇതുകൂടെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെച്ചോളൂ. ജസ്റ്റ് ആ ബുക്കിൽ കാണുന്ന C1 എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്, സെറ്റ് ആണ്. ഇത് C1, C2 ഏത് ലെറ്ററും കൊടുക്കാം. അപ്പോ ഇത് സെറ്റ് ആണ്, ഇത് സെറ്റ് അല്ല. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുക. ഞാൻ അത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. നിങ്ങൾ അടുത്ത ഹെഡിങ് കൊടുക്കുക, കൺസെപ്റ്റ്. കൺസെപ്റ്റ് കൺസെപ്റ്റ് കൺസെപ്റ്റിന് ഒരു സൈഡ് ഹെഡിങ് കൊടുക്കുക. നൊട്ടേഷൻ. ഹെഡിങ് ഇങ്ങനെയാണ്, സൈഡ് ഹെഡിങ് നൊട്ടേഷൻ ഓഫ് മെമ്പർഷിപ്പ്. നൊട്ടേഷൻ ഓഫ് മെമ്പർഷിപ്പ്. എന്നിട്ട് എഴുതുക, ഈച്ച് മെമ്പർ ഓഫ് എ സെറ്റ് ഈസ് കാൾഡ്. ഈച്ച് മെമ്പർ ഓഫ് എ സെറ്റ് ഈസ് കാൾഡ്. each member of set is called എന്താണ് നമ്മൾ പറഞ്ഞത്? elements of set. each member of a set is called elements. നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? കുറെ നമ്പർ, അത്
ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഇട്ടു. ആ ഓരോ നമ്പറിനും നമ്മൾ ഇനി പേര് പറയാ നമ്പർ എന്നല്ല എലമെന്റ്സ് എന്നാണ്. അപ്പോ ഈച്ച് മെമ്പർ ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് എലമെന്റ്സ് ഓഫ് എ സെറ്റ്. എക്സാമ്പിൾ, the vowels. The vowels. The vowels in English can show. അത് കാണിക്കാൻ പറ്റും എങ്ങനെ? ബി എന്നുള്ള ബി കൊടുക്കുന്നത് സെറ്റിന് ഒരു പേര് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എ കൊടുക്കാം, ബി കൊടുക്കാം, എന്ത് കൊടുക്കാം. ബി ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. കോമ വേണം, കോമ നിർബന്ധമാണ് സെറ്റിന്. The vowels in English can show set B is equal to A, E, I, O, U. A, E, I, O, U. എഴുതിക്കോളൂ, എന്റെ കൂടെ എഴുതി വന്നോളൂ. അപ്പൊ നമ്മൾ ആദ്യം എഴുതി വെച്ചെന്താണ്? സെറ്റിൽ കാണുന്ന ഈച്ച് മെമ്പർ എലമെന്റ് എന്നാണ് പറയാ. അപ്പൊ നമുക്ക് എ ഇതിലെ എലമെന്റ് ആണ്, ഇ ഇതിലത്തെ എലമെന്റ് ആണ്, ഐ ഇതിലത്തെ എലമെന്റ് ആണ്, എല്ലാം എലമെന്റ് ആണ്. ഇതിനെ നമുക്ക് ഈ ഒരു തിയറി അനുസരിച്ചിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും, നമുക്ക് എഴുതാൻ സാധിക്കും. അതിന് ഇന്നത് ഇതിലെ എലമെന്റ് ആണ് എന്ന് പറയാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ഇതിന്റെ താഴെ നിങ്ങൾ എഴുതുക, എന്റെ കൂടെ എഴുതിക്കോളൂ. E being the element, E being the element of set B. എന്താ പറയുന്നത്? ഈ സെറ്റ് ബിയിലത്തെ എലമെന്റ് ആണ്. ഈ പറയുന്ന ഈ സെറ്റ് ബിന്റെ എലമെന്റ് ആണ്. നമ്മൾ നീട്ട് എഴുതിയത് ഇത് നമുക്ക് ഇക്വേഷൻ പോലെ എഴുതാൻ പറ്റും. അത് എങ്ങനെയാണ് എഴുതുക? അപ്പൊ നമ്മൾ എലമെന്റിനെ സൂചിപ്പിക്കാൻ ഒരു അക്ഷരം ഈ പോലെയുള്ള ഒരു അക്ഷരം കാണിക്കും. അതായത് ഇതിനെ നമുക്ക് ഈ നീട്ട് എഴുതിയ സാധനത്തിനെ നമ്മൾ ഇക്വേഷൻ പോലെ നമുക്ക് എഴുതാൻ സാധിക്കും. അത് ഈ എന്ന് പറയുന്ന വേറെ സാധനം എലമെന്റ് ബി. പ്രത്യേകം നോട്ട് ചെയ്യാം. ഈ പറഞ്ഞ സെന്റൻസിനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ബീങ് ദ എലമെന്റ് ഓഫ് സെറ്റ് ബി, ബിന്റെ എലമെന്റ് ആണ് ഇ എന്ന് ഇങ്ങനെയാണ് കാണിക്കുക. അപ്പൊ ഇതേപോലെയുള്ള എഴുത്തും ഇക്വേഷൻ ആണ് നമുക്ക് ഇനി പ്രോബ്ലത്തിൽ വരിക. ഇതിൽ വലിയ കൂടുതൽ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ ഇതിന്റെ ബേസിക് പഠിച്ചേ പറ്റുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഈ എലമെന്റ് ഓഫ് ബി, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എലമെന്റ് അല്ല എന്ന് എങ്ങനെ എഴുതും. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ വെച്ചോളൂ. ഞാൻ താഴെ എഴുതുന്നുണ്ട് കേട്ടോ, ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ നോക്കാം. It is not belonging. ഒരു എലമെന്റ് അതിലില്ല. ഇല്ലാത്ത എലമെന്റിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അത് അതിന്റെ എലമെന്റ് അല്ല, അത് ആ സെറ്റിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് ഇതിനൊരു വരട്ടിട്ട് കാണിക്കാം. അപ്പൊ അത് നിങ്ങൾ ഇറ്റ് ഈസ് നോട്ട് ബിലോങ്
അതിന്റെ എലമെന്റ് അല്ല എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ബി വവൽസിന്റെ എലമെന്റ് അല്ല എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ആ ഇ എന്നുള്ള ചിഹ്നം തന്നെ അതിനൊരു വരയിടാം. എന്നിട്ട് ബി നോട്ട് എലമെന്റ് ഓഫ് ബി നോട്ട് ചെയ്യാം. ബി നോട്ട് എലമെന്റ് ഓഫ് ബി. എഴുതിയില്ലേ? എഴുതിയാലൊന്ന് വോയിസ് ഇട്ട് പറയൂട്ടോ. എഴുതി. അടുത്ത ഹെഡിങ് കൊടുക്കുക, റെപ്രസെന്റ്. റെപ്രസെന്റ് റെപ്രസെന്റ് ഇതൊരു എക്സാമ്പിൾ കൊടുക്കുക. എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി. ഇതിന്റെ കുറെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എക്സാമ്പിൾ എഴുതുക, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ എഴുതിക്കോളൂ. collection of natural numbers less than 5. collection of natural numbers less than 5. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. അപ്പൊ എത്ര ആയിരിക്കും? അതിനെ വെറുതെ ചുമ്മാ ഒരു വിസിൽ ഇട്ടിട്ട് താഴെ കാണിച്ചോളൂ. 1 2 3 4. 1 0 വരില്ല, കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പറിൽ 0 വരില്ല. 5 വരില്ല, അതിന്റെ താഴെ എന്ന് പറഞ്ഞതുകൊണ്ട് 5 വരുന്നില്ല. 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സ് ഇതാണ്. എന്നിട്ട് ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് താഴെ എഴുതണം. നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഞാൻ ആദ്യം ഇംഗ്ലീഷ് പറയാം, പിന്നെ മലയാളം പറയാം. ഇംഗ്ലീഷ് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. This natural number can present. This natural number can present. This natural number can present roster form. എവിടെ എഴുതാം? roster form. ടെക്സ്റ്റ് ബുക്കിൽ എവിടേക്കോ കാണാം roster form. This natural number can present in roster form and set builder form. സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നല്ല ശ്രദ്ധിക്കുക. നാച്ചുറൽ നമ്പർ പറഞ്ഞു, നാച്ചുറൽ നമ്പർ 1 2 3 4 ആണെന്ന് പറഞ്ഞു. ആ നാച്ചുറൽ നമ്പറിനെ നമുക്ക് റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് സെറ്റ് ആക്കി എഴുതാൻ പറ്റും. ആ സെറ്റ് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം.
അപ്പൊ നമുക്ക് ഇങ്ങനെ കോളം വരയ്ക്കാം. കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടും ഒന്നിച്ച് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ വേറൊരു ഹെഡിങ് വരച്ചിട്ട് ഇങ്ങനെ കോളം കൊടുത്തോളൂ. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. എന്നിട്ട് ഇവിടെ എഴുതുക, ഒരു സെന്റൻസ് ഉണ്ടായിക്കോട്ടെ. ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ എഴുതിക്കോളൂ. Natural numbers less than 5. Natural numbers less than 5. Okay. Natural numbers less than 5. ഞാൻ പതുക്കെയാണ് പോണത്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പതുക്കെ പോയാൽ മതി. അടുത്ത ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അത് സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ പതുക്കെ പോയാൽ മതി കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എങ്ങനെയാണ് വരിക? ആരെങ്കിലും ഒന്ന് മൈക്കോൺ ചെയ്തിട്ട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എ കൊടുക്കുക, സെറ്റിന്റെ പേര് എ, ഏത് ആൽഫബറ്റും കൊടുക്കാം. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 വരുന്നത് സെറ്റ് 1 2 3 4. സെറ്റ് 1 2 3 4. 1 2 3 4. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട അതേ സാധനം തന്നെയാണ്. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ വിശദീകരിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. ഒന്ന് എഴുതിച്ചോളൂ കേട്ടോ. ഒന്ന് എലമെന്റ് ഓഫ് എ, ഒന്ന് എന്റെ എലമെന്റ് ആണ് എന്നർത്ഥം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, രണ്ട് എലമെന്റ് ഓഫ് എ. 3ഉം 4ഉം ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. 3 എലമെന്റ് ആണ്. ഇനി 8 ഇതിന്റെ എലമെന്റ് ആണോ? അല്ല. അപ്പോ 5 എന്ന് പറയാം. നമുക്ക് 5 എടുക്കുന്നെങ്കിലോ 5 നോട്ട് എലമെന്റ് ഓഫ് എ. ഇങ്ങനെ എഴുതിച്ചോളൂ, എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താഴെ അങ്ങനെ എഴുതിച്ചോളൂ. അപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ, പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന രൂപത്തിൽ എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒന്ന് എഴുതിയേക്കാം. സെറ്റ് ബിൽഡർ ഫോം ഇതേ സാധനം തന്നെ. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അവിടെയാണ് നമ്മൾ ഇക്വേഷൻ രൂപത്തിലൊക്കെ വരിക. എക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതുക. അപ്പോ നമ്മൾ ഇങ്ങനെയാണല്ലോ എഴുതുക. എ എന്നുള്ള സെറ്റ് ആണ്. എ ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ നമ്മൾ നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും എന്തായിരിക്കും? എക്സ് എന്ന ഒരു ആൽഫബറ്റ് ആയിരിക്കും. എക്സ്. അപ്പോ എ ഈസ് ഈക്വൽ ടു സെറ്റ്, നമ്മൾക്കുള്ള ഫിഗർ ആദ്യം ഇവിടെ എഴുതുക. ഇതിൻ്റെ ഉള്ളിലുള്ള നമ്പേഴ്സിനെയാണ് എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എക്സ്. എന്നിട്ട് ആ എക്സിനെ നമ്മൾ ജസ്റ്റ് ഒരു വര ഇടുന്നു. എക്സ്. ആ എക്സ് എന്താണ്? നമുക്ക് ഇങ്ങനെ കാണിക്കാം. എക്സ് എലമെന്റ് ഓഫ്
ഇത് എ ആണ് നമ്മൾ ഇവിടുത്തെ ഇത് വരുന്നത്. അപ്പം എക്സ് എലമെന്റ് ഓഫ് എ ഇങ്ങനെ കാണിക്കാം. എക്സ് എലമെന്റ് ഓഫ് എ. അപ്പോ ഒരുപാട് എലമെന്റ് വരും എന്ന് വിചാരിക്കും, പക്ഷെ അത്ര ഇല്ല എന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് ലെസ് ദാൻ 5, ലെസ് ദാൻ 5. ആ ലെസ് ദാൻ 5നെ ഇങ്ങനെ കാണിക്കാം. ലെസ് ദാൻ 5 ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ 4 വരെയുള്ള അതേ സാധനം തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ എഴുതിയത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന മനസ്സിലാവുന്ന രൂപമാണ്. ഇത് മനസ്സിലാവും, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ എക്സ് ഈസ് ദ എലമെന്റ് ഓഫ് എ. എക്സ് ആണ് ഇവിടെ ഉള്ളത്, അതായത് കുറെ നമ്പർ ആണ്. അത് എയിലെ എ എന്ന സെറ്റിലെ എലമെന്റ് ആണ് എന്ന് മാത്രമല്ല 5ന്റെ താഴെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി പറയാൻ പറ്റുമോ? പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ 1, 2, 3, 4 5ന്റെ താഴെ വരുന്ന ഫിഗർ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതന്നെയാണ് ഇവിടെയും കാണുന്നത്. ഈ എല്ലാ ഫിഗേഴ്സിനും കൂടെ നമ്മൾ ഒരു സാങ്കല്പിക പേര് കൊടുക്കും. അത് എക്സ് ആണ്. അതിവിടെ നമ്മൾ ആദ്യം എക്സ് എന്ന് കാണിച്ചു. അപ്പൊ എന്ത് മനസ്സിലായി? ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? കുറച്ച് നമ്പർ ഉണ്ട്. അത് എത്രയാണെന്ന് വ്യക്തമല്ല. അത് എത്രയാണെന്ന് വ്യക്തമാവും. അത് എ എന്ന സെറ്റിലെ എലമെന്റ് ആണ്. എക്സ് ഈസ് ദ എലമെന്റ് ഓഫ് എ. എ എന്ന സെറ്റിലെ എലമെന്റ് ആണ്. എന്തിന്റെ താഴെയുമാണ്? പറ, എത്രയുടെ താഴെയാണ്? 5ന്റെ. ഇതുമാണ്. ഇവിടെ നോക്കൂ, നാച്ചുറൽ നമ്പറും ആണ്. അപ്പൊ എവിടുന്ന് തുടങ്ങും? 1 മുതൽ തുടങ്ങും. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഈ സാധനം കൂടെ കണ്ടാൽ ഇതിനെ നിങ്ങൾക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിക്കൂടെ? ഈ ഭാഗം നോക്കണ്ട, നിങ്ങൾ എന്നിട്ട് മാത്രം നോക്കൂ. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ അതിനെ നിങ്ങൾക്ക് പഴയ ഫോമിലേക്ക് നമ്പറിലേക്ക് മാറ്റിക്കൂടെ? ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള്. A is equal to പറ. മൈക്ക് ഓൺ ചെയ്തോ? നോ പ്രോബ്ലം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. പറ്റില്ലേ? പറയാൻ പറ്റില്ല? നമ്മൾ ഈ പറഞ്ഞ തന്നെ കുറച്ച് നമ്പേഴ്സ് ആണ് എന്ന് എക്സ് കണ്ടാൽ അറിയാം. അത് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നും അറിയാം. ഇതിന്റെ എലമെന്റ് ആണെന്നും അറിയാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കാണിക്കണം. അത് 5ന്റെ താഴെ ആണെന്നും അറിയാം. പിന്നെന്താ പ്രയാസം? നിങ്ങൾ മനസ്സിലാവാനിട്ടാണോ? അത് മൈക്ക് ഓണാക്കി പറയും. ആരെങ്കിലും ഒരാൾ പറയും ഇതെങ്ങനെ മാറ്റും? 1 element. ആ 4 എലമെന്റ് വരും. 1, 2, 3, 4. മനസ്സിലായോ? എഴുതുന്നില്ല, കാരണം ഇതിന്റെ ഞാൻ എഴുതുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മൈക്ക് ഓൺ ആവണില്ല. ഓക്കെ, മൈക്ക് ഓൺ ആക്കണ്ട. ഞാൻ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? സാവധാനം പോയാൽ മതി. ക്ലിയർ ആയി. നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് റോസ്റ്റർ ഫോം. പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സെറ്റ് ബിൽഡർ ഫോം നമ്മൾ പിന്നെ ബിൽഡ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി?
അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കിയത് സെറ്റ് എന്താണ്, ആ സെറ്റിനെ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം, പ്രസന്റ് ചെയ്യാം. സെറ്റ് പ്രസന്റ് ചെയ്യുന്നത് രണ്ട് ഫോമിലുണ്ട്, റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി കൂടി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ നോട്ട് എഴുതിക്കൊള്ളുക നല്ലത്. അടുത്ത ഹെഡ് കൊടുക്കുക, കാർഡിനാലിറ്റി ഓഫ് സെറ്റ്. കാർഡിനാലിറ്റി ഓഫ് സെറ്റ്, കാർഡിനാലിറ്റി ഓഫ് സെറ്റ്. കാർഡിനാലിറ്റി ഓഫ് സെറ്റ്. ഞാൻ ലെസ് ദാന്റെ ഇത് മാറി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തട്ടോ, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മായ്ച്ചു കളഞ്ഞു, മെസ്സേജ് കണ്ടു. ലെസ് ദാനും ഗ്രേറ്റർ ദാനൊക്കെ അവരുടെ മാറിപ്പോകും, ക്ഷമിക്കുക. അപ്പോ കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എഴുതിക്കോളൂ. വെയിറ്റ്, കാർഡിനാലിറ്റി മീൻസ്, താഴെ എഴുതിക്കോളൂ. കാർഡിനാലിറ്റി മീൻസ് the absolute value cardinality means the absolute value or number of the elements Cardinality means absolute value or numbers of the elements. അതിന്റെ താഴെ ഇത് കൂടെ എഴുതി വെച്ചോളൂ. കാർഡിനാലിറ്റി ഡിനോട്ട്സ്, അത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എഴുതുക? ഒരു വര, എക്സ്, ഒരു വര, ഇങ്ങനെയാണ് കാർഡിനാലിറ്റി സൂചിപ്പിക്കുക. കാർഡിനാലിറ്റി എന്താണെന്ന് പറഞ്ഞത്? എലമെന്റിന്റെ എണ്ണത്തിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുക. എന്നിട്ട് താഴെ ഒരു എക്സാമ്പിൾ കാണിച്ചോ. എക്സാമ്പിൾ, എക്സ് എന്ന് തന്നെയാണ് സെറ്റിന്റെ പേര്. 1 2 3 4 1 2 3 4. ഇതിന്റെ കാർഡിനാലിറ്റി സൂചിപ്പിക്കാൻ ഇങ്ങനെ യൂസ് ചെയ്യാം. കാർഡിനാലിറ്റി ഇങ്ങനെ സൂചിപ്പിക്കും. കാർഡിനാലിറ്റി എക്സിന്റെ കാർഡിനാലിറ്റി 3. ഇവിടുത്തെ സോറി 3 ആണോ? 4 വരും അല്ലേ? ഇന്നലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം കൂടെ കാണിച്ചിട്ടുണ്ട്, അതും നോട്ടിൽ തന്നെ എഴുതിക്കോളൂ. അതായത് 0 വരുമ്പോഴത്. അപ്പോ ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം. എക്സ് 0 1 2 3 4 5 6 7 8 9. ഇതിന്റെ കാർഡിനാലിറ്റി 10 ആണ് വരിക, 9 അല്ല. അതായത് ഇതിന്റെ കൂടെ ഈ എലമെന്റ് എണ്ണണം എന്നർത്ഥം. ഇതാണ് കാർഡിനാലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പഴയ ക്ലാസ്സിൽ, മറ്റേ ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ പേരൊക്കെ ജോയിൻ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് നോട്ടൊന്നും അന്ന് എഴുതാഞ്ഞത്. ഓക്കെ, ഓക്കെ അല്ലേ? ബോർഡ് മായിക്കട്ടെ.
ഓക്കെ ഓക്കെ. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തൊരു കാര്യമാണ്, ഞാൻ ബുക്കിൽ നോക്കിയിട്ട് കണ്ടില്ല, പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എം ടി സെറ്റ്, സെറ്റിന്റെ ഒരു തരം സെറ്റാണ് എം ടി സെറ്റ്. എം ടി സെറ്റ്, എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോറി, എം ടി സെറ്റ്. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. മൈക്ക് ഓൺ ചെയ്യാൻ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യാം, നടുവിൽ ടച്ച് ചെയ്താൽ മതി. നടുവിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് പൊങ്ങി വരും, മൈക്ക് വീഡിയോ ക്യാമറന്റെ ഓപ്ഷൻ പൊങ്ങി വരും. ഓക്കെ, 0 സെറ്റ് ആണ്. 0 ആണ് ഒന്നുമില്ലാത്തത്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തത്. അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാവോ? ചിലപ്പോ നമുക്ക് തന്ന ചോദ്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്ത സെറ്റ് ആയിരിക്കാം. ഞാൻ പറഞ്ഞുതരാം എം ടി സെറ്റ്. ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നിന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എഴുതാൻ പറഞ്ഞു. ഒന്നിന്റെ താഴെ വരുന്ന ലെസ് ദാൻ 1, നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. നാച്ചുറൽ നമ്പർ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 1. അപ്പൊ നമുക്ക് തെരഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും കിട്ടുമോ? മൈനസ് വരില്ല. മൈനസ് ആൻസർ കണ്ടു. മൈനസ് വരുമ്പോ എന്തല്ല? നാച്ചുറൽ അല്ല. അപ്പൊ ഇതിന്റെ അർത്ഥം നാച്ചുറൽ നമ്പർ 1 വരെ ഉള്ളൂ, അതിന് താഴെ പോകുമ്പോൾ നാച്ചുറൽ അല്ല. നിങ്ങൾ മെസ്സേജിന് പകരം മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിച്ചോളൂ. അപ്പൊ ഇവിടെ നൾ സെറ്റ് ആണ്, എം ടി സെറ്റ് ആണെന്ന് പറയും. അങ്ങനെ ഒരു നമ്പർ ഇല്ല. ആ എം ടി സെറ്റിനെ നമുക്ക് ഇങ്ങനെയാണ് കാണുക. ഇങ്ങനെ വരച്ചാൽ മാത്രം മതി. ഇതാണ് എം ടി സെറ്റ്. എം ടി സെറ്റിനെ കാണിക്കാൻ ചിലപ്പോ നിങ്ങൾ പ്രോബ്ലത്തിലൊക്കെ കാണും, ഇങ്ങനെയും കാണിക്കും എം ടി സെറ്റ്. ഒരു 0 ഇട്ടിട്ട് ഒരു വര. ഇതിനൊരു പേരുണ്ട്, ഇതിന് പൈ എന്നാണ് പറയാം. PHI, പൈ സെറ്റ്. പൈ സെറ്റ് എന്ന് പറയും. 5 ആണെന്ന് വിചാരിക്കരുത്. PHI, പൈ സെറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ബ്ലാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 0 വരച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ പൈ സെറ്റ് എന്ന് പറയുന്നു. ഇതിന്റെ പേരെന്താണെന്ന് മനസ്സിലായിക്കോളൂ. എന്നിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഇതും കൂടെ എഴുതിക്കോളൂ. അതിന്റെ കൂടെ it is also called void അല്ലെങ്കിൽ null set. NU ആണ് കേട്ടോ, null set. ഇതൊക്കെ എഴുതി വെച്ചോ. also called null set. null എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തതെന്നാണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. Yes sir. മനസ്സിലായി. അടുത്ത ഹെഡിങ് സബ്സെറ്റ്.
സബ്സെറ്റ്. സബ്സെറ്റിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഞാൻ എഴുതുന്ന പോലെ എഴുതിക്കോട്ടോ. ഞാൻ ഇങ്ങനെ വായിച്ച് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ എഴുതിക്കോ. n is equal to set 1 2 3 1 2 3. ഇനി നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോ, ഇംഗ്ലീഷിൽ എഴുതണ്ട, മലയാളത്തിൽ എഴുതിക്കോ. ഇതിന്റെ നേരെ ഇവിടെ നിന്ന് എഴുതിക്കോ. ഈ സെറ്റിന്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന സെറ്റുകളെയാണ് സബ് സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിന്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന സെറ്റുകളെയാണ് സബ് സെറ്റ് എന്ന് പറയുന്നത്. എഴുതിയോ? അപ്പോ ഞാൻ പറഞ്ഞത് ഇതൊരു സെറ്റാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേറെ സെറ്റ് ഉണ്ടാക്കാം. ഇതിന്റെ എലമെന്റ്സിന് എടുത്തിട്ട് അത് ഒന്നുകിൽ അല്ലെങ്കിൽ ഇതിന്റെ 2 എടുക്കാം, 3 എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പൊ ഈ ഒരു സെറ്റിൽ തന്നെ നമ്മൾ വേറെ സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാക്കുന്നതിനെയാണ് സബ്സെറ്റ് എന്ന് പറയുക. അപ്പൊ ഇതിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഈ ഒരു സെറ്റ് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ താഴെ ഈസിക്കൽട്ട് ഉണ്ടാക്കിയിട്ട് സബ്സെറ്റ് ഈസിക്കൽട്ട് എഴുതാം. എന്നിട്ട് സബ്സെറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില് 2 3 നമുക്ക് എടുക്കാം. അത് ഇതിൽ വരുന്ന ഒരു സെറ്റ് സബ്സെറ്റ് ആണെങ്കിൽ എന്താവണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സബ്സെറ്റ് ആവണമെങ്കിൽ ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഒരു മെയിൻ സെറ്റിൽ ഉണ്ടെങ്കിൽ ഈ സെറ്റ് സബ്സെറ്റ് ആണ്. ഇത് മെയിൻ സെറ്റ് ആണ്, ഇത് സബ്സെറ്റ് ആണ്. അപ്പോ ഈ രണ്ടും ഇതിലുണ്ട്. ഇനി നമുക്ക് വേറെ എഴുതിക്കൂടെ? ഇത് നിർത്തിട്ട് മാറ്റി എഴുതിക്കൂടെ? അതായത് നമുക്ക് ഈ 2 മാത്രം വേണമെങ്കിൽ എടുക്കാം. ഒരു സെറ്റാക്കി കാണിക്കാം. 2 ഇതൊരു സെറ്റാണ്. ഇനി വേറെ ഏതെങ്കിലും ഫോമിൽ എഴുതാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറയോ? 3 2 1 എഴുതാൻ പറ്റുമോ? എഴുതാം. എങ്ങനെ എഴുതാം? കോമട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ. അപ്പോ ഇങ്ങനെ എഴുതാം. 2 3 എഴുതാം, 2 എഴുതാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1 2 ഇങ്ങനെ എഴുതാം. ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആകെ 3 എണ്ണത്തിൽ ഇത് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഇത് എഴുതാൻ പറ്റുന്ന കുറെ നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു സെറ്റിൽ നിന്ന് എത്ര സെറ്റ് ഇതിന് നമുക്ക് വിരിച്ചെടുക്കാൻ പറ്റും എന്നറിയണമെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതിന്റെ ടോട്ടൽ കാണാൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചോളൂ കേട്ടോ. ഈ സെറ്റിനെ നമ്മൾ വിരിച്ചെടുത്തപ്പോ 2 3 2 1 2 ഇത്ര കിട്ടി. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് കുറെ ഉണ്ടാക്കാൻ പറ്റുമോ? അത് നമുക്ക് പരിശോധിക്കാം. അപ്പോ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇതിന് താഴെ ടോട്ടൽ എന്ന് എഴുതാം. ടോട്ടൽ കാണാൻ 2n എന്നാണ് പറയാ. ഇതിന് നമ്മൾ എന്താ പറയാ? മുകളിൽ എഴുതുന്നതിന് 2 raise n എന്നാണ് പറയാ. ഇതിന്റെ കാൽക്കുലേഷൻ, ഇതിന്റെ ആൻസർ ആണ് ഇതിന്റെ എണ്ണം, ടോട്ടൽ നമ്പർ കിട്ടുക. ഈ 2n എന്താണെന്ന് വല്ല ഐഡിയ കിട്ടിയോ? 2 തന്നെ. ടോട്ടൽ നമ്പർ നമ്പറിനെയാണ് n സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 3. അപ്പൊ 2ന്റെ
ഇത് ക്യൂബ് എന്നല്ല നമ്മൾ പറയാം, സ്ക്വയറും ക്യൂബും. റേസ്റ്റ് 3 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഇതിന് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 2നെ 3 തവണ ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടും? 2ന്റെ ക്യൂബ് എത്ര? 8. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? 8 സെറ്റ് ഇതൊന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന 8 സെറ്റ്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്ന എങ്ങനെയൊക്കെ 8 സെറ്റ് ഒക്കെ കിട്ടാണ്. അപ്പൊ ഏത് സെറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിൽ എത്ര സബ്സെറ്റ് ഉണ്ട് എന്നറിയാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. 2n അതിൽ ആൻസർ കിട്ടുന്നത് അത്രയും സെറ്റ് ഇതൊന്ന് കിട്ടും എന്നർത്ഥം. അപ്പൊ നമ്മൾ തൽക്കാലം 3 സെറ്റ് മാത്രമാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 8 കിട്ടുന്നു. അപ്പൊ 8 എണ്ണം കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇതിന് താഴെ നിങ്ങൾ മലയാളത്തിൽ എഴുതണം. ഏത് സെറ്റ് എടുത്താലും മലയാളത്തിൽ എഴുതിക്കോളൂ കേട്ടോ. ഏത് സെറ്റ് എടുത്താലും അതിന്റെ ആദ്യത്തെ സബ്സെറ്റ് നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നൾ സെറ്റ് നൾ സെറ്റ് ആയിരിക്കും. ഏത് സെറ്റ് എടുത്താലും ആദ്യത്തെ സെറ്റ് നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു മലയാളത്തിൽ എഴുതിച്ചോളൂ. അതിന് 8 സെറ്റ് നമുക്ക് കണ്ടെത്തണം. ഞാൻ താഴത്തെ തുടങ്ങാണ്. 8 സെറ്റ്. ആദ്യത്തെ സെറ്റ് ഇതാവുന്നല്ലേ പറഞ്ഞത്. അത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് വേണ്ട, ഇനിയിപ്പോ കൺഫ്യൂഷൻ ആവണ്ട. ആദ്യത്തെ സെറ്റ് നൾ സെറ്റ് ആണ്, നൾ സെറ്റ് ആണത്. രണ്ടാമത്തെ സെറ്റ് നിങ്ങൾക്ക് ഇതിന് ഓരോന്നെടുത്ത് എഴുതാം. അതായത് 1 ഇനി ഇതെടുത്ത് എഴുതാം. 2 3 ഇനി 4 ഇല്ല. ഇനി എന്ത് ചെയ്യാം? 1 2 ഇതിനൊക്കെ കോമ വേണം കേട്ടോ. 1 2 2 3 2 3 ഒരു സെറ്റിന്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു സെറ്റിന്റെ ഉള്ളിൽ കേട്ടോ. 2 3 ഇനി 1 3 ഇപ്പൊ എല്ലാറ്റിനും എടുത്തു. എത്ര ആയിട്ടുള്ളൂ? 1 2 1 2 3 4 5 6 7. ഇനി ഒന്നുണ്ട്. അതെന്താ വെച്ചാൽ സബ്സെറ്റ് എഴുതുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഈ സെറ്റിനെ മൊത്തത്തിൽ എടുത്തിട്ട് എഴുതണം. അതിന് വേറെ പേരുണ്ട്, പക്ഷെ അത് നമ്മൾ ഒന്നിച്ചെടുത്ത് എഴുതും. അത് ഇങ്ങനെയാണ് എഴുതുക. 1 2 3. ഇതാണ് സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപം. അത് തന്നെയാണ് നമുക്കറിയാം. 8 സബ്സെറ്റ് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ പറ്റും. 8 സബ്സെറ്റ് കിട്ടി. ഇതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചില സമയത്ത് നമുക്ക് ഇതിന് പേര് കേൾക്കാം.
ഇത് നൾ സെറ്റ് ആണ്. 1, 2, 3 ഇത്രയും സെറ്റില് ഒരു എലമെന്റ് ആണുള്ളത്. ഇതുമല്ല, ഇവിടെ തുടങ്ങും. ഇത്രയും സെറ്റിന് എന്താണുള്ളത്? ഒരു എലമെന്റ് ഉള്ളൂ. അതിനെ മലയാളത്തിൽ എഴുതിക്കോ. ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നു. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നു. സിംഗിൾട്ടൺ സെറ്റ് എന്താണ്? ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നു. ഈ മലയാളത്തിൽ തന്നെ എഴുതുക. അവസാനം എഴുതുന്ന സെറ്റിന്, അതായത് എട്ടാമത്തെ സെറ്റ്, അവസാനം എഴുതുന്ന സെറ്റ്, അത് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് എഴുതുകയാണ്. അതിനെ ഇംപ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നു. ഇതിനെന്താ പേര് പറഞ്ഞത്? സിംഗിൾട്ടൺ. ഇതാണ് ഇപ്പൊ പറഞ്ഞ പ്രോപ്പർ. അതായത് നമ്മുടെ മെയിൻ സെറ്റിന്റെ എല്ലാ എലമെന്റ്സും ഉള്ള സെറ്റ് ഇംപ്രോപ്പർ ആണ് കേട്ടോ. ഇംപ്രോപ്പർ. ഇത് രണ്ടും അല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ബാക്കിയുള്ള സെറ്റുകളെ, ബാക്കിയുള്ള സബ്സെറ്റുകളെ, അതായത് ഇവിടെ വരുന്നത് ബാക്കിയുള്ള സബ്സെറ്റുകളെ പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നു. ബാക്കിയുള്ള സെറ്റുകളെ പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നു. അപ്പോ സിംഗിൾട്ടൺ, പ്രോപ്പർ, ഇംപ്രോപ്പർ. സംഗതി മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? Okay. നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി ഉണ്ട്. അതിന്റെ സമയം കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ നിർത്തും കേട്ടോ. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. പവർ സെറ്റ് കൂടെ പറഞ്ഞിട്ട് കണക്ക് കൂട്ടലും കുറക്കലൊക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അടുത്ത സെറ്റ് പവർ സെറ്റ്. പവർ സെറ്റിനെ ഇങ്ങനെ ഹെഡ് കൊടുക്കുക. പവർ സെറ്റിനെ സൂചിപ്പിക്കല് അതിന് ഇങ്ങനെയാണ് കാണിക്കുക. പവർ സെറ്റിനെ ഇപ്പോ എന്റെ പവർ സെറ്റ് ആണ് എങ്കിൽ എന്നാണ് ഇത് വായിക്കുക. ഒരു സെറ്റിന്റെ പവർ സെറ്റ് പി ഓഫ് എ ഇങ്ങനെ കാണിക്കും. സംഗതി എന്താണ് ഞാൻ പറഞ്ഞുതരാം. പവർ സെറ്റ് ഓഫ് എ, നിങ്ങളിത് എഴുതണ്ട, ഞാൻ അറിയാണ്ട് എഴുതി പോയതാണ്. ആദ്യം നമുക്ക് ഇതിന്റെ മീനിങ് എഴുതാം. പവർ സെറ്റ് ഈസ് set of
power set is set of all subset. എല്ലാ സബ്സെറ്റിനെയും ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയാൽ അതിനെയാണ് പവർ സെറ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ കുറെ 8 എണ്ണം എഴുതിച്ചല്ലോ. ആ 8 എണ്ണത്തിനെ 8 എണ്ണം ചെറിയ ചെറിയ കവറുകളാണ് വിചാരിക്കുക. ഇതാണ് പവർ സെറ്റ്. ഫോർ എക്സാമ്പിൾ എഴുതിക്കോളൂ, എന്റെ കൂടെ എഴുതിക്കോളൂ കേട്ടോ. മീനിങ്ങിന്റെ താഴെ കാണിക്കുക. അതായത് കുറെ സെറ്റ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. ഒന്ന് ഇങ്ങനെയാണ്, ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ആദ്യം നമ്മൾ നൾ സെറ്റ് എഴുതി. നേരത്തെ പറഞ്ഞ 8 സെറ്റ് തന്നെ. ആദ്യം ഒരു നൾ സെറ്റ്, പിന്നെ 1 2 3 1 2 1 2 2 3 2 3 1 3 പിന്നെ 1 2 3 1 2 3 4 5 6 7 8 1 2 3. ഇങ്ങനെ ഇതൊക്കെ എന്താണ്? സബ്സെറ്റ് ആണ്. ഈ സബ്സെറ്റിനെ എല്ലാം കൂടെ നമ്മൾ വലിയൊരു സെറ്റിന്റെ ഉള്ളിൽ കിട്ടാൻ നമുക്കിവിടെ വലിയൊരു ഗണം കൊടുക്കാം. ഇത് ചിലപ്പോൾ ഇങ്ങനെ വന്നൊരു താഴേക്കൊക്കെ കിടക്കും കുറെ ഉണ്ടെങ്കിൽ. അപ്പൊ വലിയ ഒരു സെറ്റിന്റെ ഉള്ളില് കുറെ സെറ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിനൊക്കെ കോമ വേണം കേട്ടോ. എല്ലാറ്റിനും ഓരോ സെറ്റില് എലമെന്റുകൾ തമ്മിൽ കോമ ഇട്ട് വേർതിരിക്കണം. ഈ സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് പറയാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് പവർ സെറ്റ് ഒക്കെ ആയിരിക്കും തീരാ. അല്ലെങ്കിൽ ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ പവർ സെറ്റ് കാണാൻ പറയും. ആദ്യം മുതൽ മനസ്സിലാക്കി വന്നാൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വളരെ കുറച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വളരെ സ്ലോ ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ് വീണ്ടും കേൾക്കാം, എന്നിട്ട് നോട്ട് വെച്ചിട്ട് നോക്കുക. മറന്നു പോകും, പെട്ടെന്ന് മറക്കും ഇതൊക്കെ. നിങ്ങൾ ഇടക്കിടക്ക് ഈ ഭാഗം ഒന്ന് കേൾക്കുക. ഈ മാത്സ് ഒന്ന് കഴിയുന്നവരെ കുറച്ചുള്ളത്. അപ്പോ ഓക്കെ അല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ 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 ക്ലിയർ. Okay. അപ്പോ ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യാം.